ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ചെമ്മീൻ നമ്മൾ ഉള്ളിട്ട് പൊരിച്ചെടുക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവും. എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒരു മൂലയിലേക്ക് അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചെടുത്ത പേസ്റ്റും നല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ലേശം സുറുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ആയിട്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതാ ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നന്നാവും. പിന്നെ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ ഒന്നും കൂടി പേസ്റ്റ് രൂപത്തിലായി കിട്ടും കേട്ടോ. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് അടിക്കാണ്ട് കമൻറ്റ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഒരു കൊറിയർ വരുന്നുണ്ടോന്ന് വാങ്ങിക്കാട്ടെ. അത് വേറൊന്നുമല്ല, എൻ്റെ മോളമ്മ ചവിട്ടി പിടിച്ച് പുറത്താക്കി റൂമിൽ നിന്ന്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വന്നത് ഒന്ന് വാങ്ങാൻ പോയതാട്ടോ. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇവിടെ അടുപ്പത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. അതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, ഇത് നന്നായിട്ടൊന്ന് നെരിഞ്ഞ് വന്നോട്ടെ. അതിന് മുമ്പായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് മാക്സിമം പൊരിച്ചെടുക്കാൻ നോക്കുക. ഓയിലൊന്നും യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം പൊരിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പോരാതെ നമ്മൾ ആരോഗ്യത്തിനും അത് തന്നെ കേട്ടോ കൂടുതലും നല്ലത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ടൈമിൽ നമ്മൾ 2 ബോംബാള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം അത് നല്ലതാട്ടോ. അതാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിന് മുമ്പ് ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും കരിവേപ്പില ആ ടൈമിൽ ഇടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഈ മസാല തേച്ചൊക്കെയല്ല, അപ്പോൾ ആ മസാലയിലേക്ക് കരിവേപ്പില ഇട്ട് വെക്കുന്ന കേട്ടോ നല്ലത്. എന്നിട്ട് അങ്ങനെ തന്നെ ഈ ചെമ്മീൻ്റെ കൂടെ കിടന്നിട്ട് കരിവേപ്പില പൊരിഞ്ഞ് വന്നോട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഇതിപ്പോൾ ഇടാൻ മറന്നു പോയിട്ടാണ്, അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പൊരിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇതാ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടി എടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഉള്ളി നന്നായിട്ട് വെന്ത് കുഴയണമെന്നൊന്നുമില്ല കേട്ടോ. കടിക്കുന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ലേശം ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. വേണ്ടിയവർക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞടിക്കുക, പക്ഷെ എന്നാലും ഇങ്ങനെ തിന്നുന്നതാണ് കൂടുതൽ രസം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാൽ പുതുതായിട്ട് കാണും